ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. ഈ അനുഗ്രഹിക്കപ്പെട്ട കർത്തൃ ദിവസം ആമേൻ ദൈവത്തെ മാനിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അവിടെ ഇടയാക്കിയതിനാൽ നന്ദിയോട് സ്തോത്രം. അല്പസമയത്തെ ദൈവിക ചിന്തയ്ക്കായി സങ്കീർത്തന പുസ്തകം 25-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. എന്റെ കണ്ണ് എപ്പോഴും യഹോവയിലേക്കാകുന്നു, അവൻ എന്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കും. അമേൻ. ഹാലലൂയ. നമ്മുടെ നോട്ടം എങ്ങോട്ടാണ്? അമേൻ. ഹാലലൂയ. ദൈവജനം പറയുന്നു, നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. അമേൻ. ഹാലലൂയ. പ്രിയമുള്ളവരെ, ഈ അശുദ്ധി നിറഞ്ഞ ലോകത്തില്, അമേൻ ഹാലലൂയ, ഈ ദുഷ്ടത നിറഞ്ഞ ലോകത്തില്, അമേൻ ഹാലലൂയ, പ്രിയമുള്ളവരെ, നമ്മുടെ കണ്ണ് എങ്ങോട്ടാണ്? നമ്മുടെ നോട്ടം എങ്ങോട്ടാണ്? അമേൻ ഹാലലൂയ. നിന്റെ നോട്ടം ലോകത്തിലേക്കാണ് എങ്കിൽ നീ ലോകത്തിനുള്ളവനാണ്. നേരെ മറിച്ച് നിന്റെ നോട്ടം യഹോവയിലേക്കാണ് എങ്കിൽ ദൈവജനം പറയുന്നു, അവൻ നിന്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കും. ആമേൻ ഹാലലൂയ. പ്രിയമുള്ള മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് ദൈവവചനം പറഞ്ഞു കൊടുക്കുക. ആമേൻ ഹാലലൂയ. ദൈവവചനം അവരുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശമാണ് ആകുന്നു എങ്കിൽ അവർ ലോകത്തിനുള്ളവരല്ല, ദൈവത്തിനുള്ളവരാണ്. ഇവിടെ ദൈവവചനം പറയുന്നു, എന്റെ കണ്ണ് എപ്പോഴും യഹോവയിലേക്കാകുന്നു, അവൻ എന്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കും. അമേൻ ഹാലലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കാം, അവരുടെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കുവാൻ തക്കവണ്ണം, അന്ധകാരത്തിൽ നിന്ന് അവരെ വിടുവിക്കുവാൻ തക്കവണ്ണം, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മളെ നടത്തുന്നത് ദൈവവചനമാണ്. അമേൻ. ചെറുപ്രായം മുതൽ അവരെ ദൈവവചനം അഭ്യസിപ്പിച്ച് വളർത്തുക, അവർ ദൈവത്തിനുള്ളവരായി തീരും. അമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.